നേരെ കൊച്ചിയിലേക്ക്. കൊച്ചി MG റോഡിൽ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ചരിഞ്ഞ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ തുടങ്ങി. സമീപത്തെ കെട്ടിടങ്ങൾക്ക് തകരാർ സംഭവിക്കാതെ പൊളിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. കരാർ കമ്പനിയുമായി മേയറുടെ ഓഫീസിൽ യോഗം ആരംഭിച്ചു. കെട്ടിടം ചരിഞ്ഞതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതാണ് ആ ദൃശ്യം. ഏറെ പേടിപ്പെടുത്തുന്നതായിരുന്നു ആ ദൃശ്യം. ആ കെട്ടിടം ചെരിഞ്ഞ് അങ്ങ് അമർന്നു പോകുന്നതായിരുന്നു. അപ്പൊ എന്തായാലും ഇത് മാറ്റണം. പക്ഷെ അത് ഏറെ ശ്രമകരമാണ്. നമുക്കറിയാം, മറ്റൊരു കെട്ടിടത്തെ തൊട്ടുകൊണ്ടാണ് അത് വീണിരിക്കുന്നത്. അതെങ്ങനെ മാറ്റും എന്നുള്ളതടക്കം ഒരു തീരുമാനമുണ്ടാകണം. റാംഷാ CP ആ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. റാംഷാ, ഈ ദൃശ്യം കണ്ട് നമ്മളൊക്കെ ഞെട്ടിയതാണ്. ഇനിയുള്ള പ്രവൃത്തികൾ ഏറെ ശ്രമകരമാണല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ? തീർച്ചയായും റോഷിനി, എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആ ചെരിഞ്ഞ കെട്ടിടം. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ജാക്കി വെച്ച് ഈ കെട്ടിടം ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ ജാക്കിയിൽ നിന്ന് തെന്നിമാറി നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കെട്ടിടം ചെരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായത്. ഇതൊരു പഴക്കം ചെന്ന കെട്ടിടമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് 10-50 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം നേരത്തെ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ ആ നിലയിലാണ് അവരും പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇതിന്റെ അടിവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതായത് ജാക്കി വെച്ച് ഉയർത്തുന്നതിന് വേണ്ടി കുറച്ചു ഭാഗങ്ങളൊക്കെ ഇവർ പൊളിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കെട്ടിടം ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിവശം, അതായത് ഈ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞ് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സമീപത്തായി മറ്റൊരു കെട്ടിടം കൂടിയുണ്ട്. അതിൽ നിരവധി സ്ഥാപനങ്ങൾ, ജ്വല്ലറിയും ബാങ്കും ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച ഈ അപകടം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതായത് ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ ഈ കെട്ടിടം ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത് എങ്കിൽ കൂടിയും സമീപത്തെ ഈ കെട്ടിടത്തിന് മുട്ടിയില്ല എന്ന നിലയിലാണ് ആ കെട്ടിടം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ കെട്ടിടത്തിൽ തട്ടി തന്നെയാണ് നിൽക്കുന്നതെന്ന് മാത്രമല്ല, ഈ സമീപത്തെ കെട്ടിടത്തിലെ പ്ലംബിംഗ് ചെയ്തിരിക്കുന്ന പൈപ്പുകൾക്കെല്ലാം ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സൺഷെയ്ഡിന് ചെറിയ കേടുപാടുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മിനിഞ്ഞാന്ന് ഈ സംഭവം നടന്ന് ഇന്ന് 2 ദിവസം കഴിയുമ്പോൾ കെട്ടിടം കൂടുതൽ ചെരിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ മഴ കൂടി തുടർന്നാൽ വലിയ അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും. കാരണം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ 4 വശങ്ങളിലും കെട്ടിടങ്ങളാണ്. അതായത് ഒരു തുറന്ന സ്ഥലത്തുള്ള ഒരു കെട്ടിടമല്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇതിൻ്റെ മുൻവശത്തൊരു കെട്ടിടമുണ്ട്. എല്ലാ വശങ്ങളിലും ഇതിന് കെട്ടിടമുണ്ട്. ഇടതുവശത്തും വലതുവശത്തും പുറകിലുമെല്ലാമായി കെട്ടിടങ്ങൾ ഉള്ളതാണ്. അതിലെല്ലാം നിരവധി ഓഫീസുകളും ആളുകളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അത്തരത്തിൽ വലിയ അപകടമാണ് ഈ കെട്ടിടം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും രാവിലെ ഈ കരാർ ഉദ്യോഗസ്ഥരെത്തി, കരാറുകാരെത്തി ഇതിൻ്റെ പ്രവർത്തികളെല്ലാം ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ കെട്ടിടം കൂടുതൽ ചെരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഏതായാലും കോർപ്പറേഷൻ ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മേയറുടെ ഓഫീസിൽ ഇപ്പോൾ ആ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേയർ നേരത്തെ നമ്മളോട് അറിയിച്ചിരുന്നത് 2 മണിക്ക് ആ യോഗം ആരംഭിക്കുമെന്നാണ്. ഏതായാലും അതിനുശേഷം മേയർ ഒരു മീഡിയ ബ്രീഫിംഗ് നടത്തും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഈ കൊച്ചിയിൽ തന്നെ മരട് ഫ്ളാറ്റ് പൊളിക്കാൻ ഉൾപ്പെടെ നേതൃത്വം നൽകിയ ആളുകൾ, എക്സ്പേർട്ടുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ആ യോഗം നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്ര സങ്കീർണമാണ് ഈ വിഷയം എന്നത് ആണ് നമുക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ കെട്ടിടം ഇവിടെ നിന്ന് പൊളിക്കുക എന്നത് സാധാരണ ഒരു കെട്ടിടം പൊളിച്ചു നീക്കുന്ന അത്ര എളുപ്പമല്ല. അതായത് സാധാരണ ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ മുകൾ വശത്ത് കയറിയിരുന്ന ഈ കോൺക്രീറ്റുകൾ മെഷീൻ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുകയൊക്കെയാണ് പതിവ്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ അത്തരം ഒരു രീതിയും നമുക്ക് അവലംബിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം തൊഴിലാളികൾക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഇത് പൊളിച്ചു മാറ്റുക ഏറെ ശ്രമകരമായ, അല്ലെങ്കിൽ അപകടം പിടിച്ചൊരു ജോലിയായിരിക്കും. അപ്പോൾ ഇതിൽ ചില സങ്കീർണമായ ചില കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാം എന്നത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതായാലും ഇപ്പോൾ മേയറുടെ ഓഫീസിൽ വിദഗ്ധ സമിതി യോഗം ചേരുന്നതിൽ ഈ കമ്പനിയുടെ, അതായത് ഈ ജാക്കി വെച്ച് ഈ കെട്ടിടം ഉയർത്താനുള്ള കരാറെടുത്ത കമ്പനിയുടെ ആളുകൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ രാവിലെ ഈ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഈ കമ്പനി തന്നെ നേരത്തെ കൊച്ചിയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ജാക്കി ഉപയോഗിച്ച് കെട്ടിടങ്ങൾ ഉയർത്തുന്ന പണികൾ വളരെ വിജയകരമായി തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്
ഒരുപക്ഷെ പഴയ കെട്ടിടമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞതും അതാണ്, പഴയ കെട്ടിടമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നതാണ്. ഏതായാലും വലിയ അപകടം തന്നെയാണ് ഈ കെട്ടിടം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുക എന്നതാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ, കൊച്ചിയിൽ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. എന്ന് മാത്രമല്ല, ഈ കെട്ടിടം ഉയർത്താൻ തന്നെ കാരണം മഴക്കാലത്ത് റോഡിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് ഇരച്ചെത്തുന്നു. ഇവിടെ താമസയോഗ്യമല്ല എന്നതുകൊണ്ടാണ് ഈ കെട്ടിടം ഉയർത്താൻ തന്നെ തീരുമാനിച്ചത്. ആ നിലയിൽ ഇപ്പോൾ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ, വെള്ളം ഇങ്ങോട്ടെത്തിയാൽ ഇതിന്റെ അടിവശം കുതിർന്നു കഴിഞ്ഞാൽ, നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ചുടുകട്ട ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്, പഴയതാണ്. അങ്ങനെ മണ്ണ് കുതിർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ചുമരുകൾ, ഈ കട്ടകളെല്ലാം കുതിർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നത് ഏറെ ഭയാനകമായ ഒരു കാര്യം തന്നെയാണ്. സമീപത്തെ കെട്ടിടത്തിനുൾപ്പെടെ വലിയ അപകടം സൃഷ്ടിക്കുന്ന നിലയിലാണ് ഏതായാലും ഇപ്പോൾ ഇതിന്റെ കിടപ്പ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സമീപത്തെ കെട്ടിടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടം പൊളിക്കുന്ന സമയത്ത് അവരോടൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നത് നേരത്തെ തന്നെ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതുമാണ്. റോഷ്നി, യെസ്, റാംഷാ CP ആണ് സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സുരക്ഷിതമായി ആ കെട്ടിടം, ചെരിഞ്ഞ കെട്ടിടം അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കാരണം തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരാതെ നോക്കണം. അപ്പോൾ കരാർ കമ്പനിയും മേയറും തമ്മിലുള്ള യോഗമാണ്. പ്രധാനപ്പെട്ട യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.